അസാധാരണ വാർത്താ സമ്മേളനം നടത്തി മുന്നണികൾക്കുമേൽ സമ്മർദ്ദവുമായി ശിവഗിരി മഠം. സ്ഥാനാർത്ഥികളിൽ പിന്നാക്ക പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ്. ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ ബിഷപ്പുമാരും അച്ഛന്മാരും, അതുപോലെ ഇസ്ലാം ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ അതുപോലെ ആ സമൂഹത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ശ്രമിക്കുമ്പോൾ ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ ആരുമില്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് എന്ന് എല്ലാവരും ഒരുപോലെ പറയുകയുണ്ടായി. പിന്നാക്ക പ്രാതിനിധ്യം CPM-ലും കുറവെന്നും സ്വാമി സച്ചിദാനന്ദ. BJP-യിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ആകെയുള്ളത് 2-3 നേതാക്കളെന്നും വിമർശനം. വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്നടിച്ച ശിവഗിരി മഠം. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ആശ്വാസകരമെന്ന് സ്വാമി സച്ചിദാനന്ദ. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ഗുരുദേവ ദർശനങ്ങൾക്കെതിരെ. SNDP യൂണിയനെ നയിച്ചവരാരും ജാതി പറയുകയോ ഇതര സമുദായങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ലെന്നും മഠം പ്രസിഡന്റ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ആചാര സംരക്ഷണത്തെ അനുകൂലിക്കാൻ സർക്കാർ. നിലപാട് ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കും. ഏപ്രിൽ 7-ന് വിശദമായ വാദം. അഭിപ്രായം പറയേണ്ടത് വിദഗ്ധ സമിതിയെന്ന ദേവസ്വം മന്ത്രി. ഈറാമുട്ടിയായി കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം. കോതിയിൽ അടൂർ പ്രകാശനായി പോസ്റ്റർ. തിരുവനന്തപുരമില്ലെങ്കിൽ അരുവിക്കര വേണമെന്ന് VS ശിവകുമാർ. ഹൈക്കമാൻഡിനും വഴങ്ങാതെ K സുധാകരൻ. സ്ഥാനാർത്ഥിയാക്കാമെന്ന് ആർക്കും ഉറപ്പു നൽകിയിട്ടില്ലെന്ന് VD സതീശൻ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടു റോഡിൽ അരും കൊല. ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുൽ. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രമായ ഖാർഗിൽ ആക്രമണം നടത്തിയ അമേരിക്ക. സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും അവകാശവാദം. എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ ചാരമാക്കുമെന്ന് ഇറാൻ. മൊജ്തബ ഖമേനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്കയുടെ 93 കോടിയുടെ പാരിതോഷികം. പാചകവാതക ക്ഷാമം അതിരൂക്ഷം. സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്നു. ഇരുമ്പനത്ത് പ്രതിസന്ധി രൂക്ഷം. പാചകവാതക ക്ഷാമം കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചുവെന്ന് മന്ത്രി. തിങ്കളാഴ്ച മുതൽ ബെവ്കോയുടെ പ്രീമിയം ഷോറൂമിൽ നിന്ന് നോട്ട് വാങ്ങില്ല. മദ്യം വാങ്ങാൻ ക്യാഷ്ലെസ് പേയ്മെന്റ് മാത്രം. നിയന്ത്രണം പ്രീമിയം കൗണ്ടറുകളിൽ.